പ്രാർത്ഥനയോട് പ്രാർത്ഥന. പള്ളി തന്നെയാണ്. ബൈബിളൊക്കെ അത്യാവശ്യമൊക്കെ അറിയാം, ബൈബിൾ വാക്യങ്ങളൊക്കെ കാണാപ്പാടമൊക്കെ അറിയാം. മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചതിന്റെ തഴമ്പൊക്കെ മുട്ടയിലുണ്ട്. കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന ശീലമുണ്ട്. അപ്പൊ കർത്താവ് നോക്കുമ്പോൾ എന്നറിയാമോ, ഇഷ്ടം പോലെ ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പച്ചിലകളുണ്ട്, പുറമേയുള്ള ആ കാര്യങ്ങളെല്ലാം ഉണ്ട്. അടുത്ത് ചെന്നാൽ അറിയത്തുള്ളൂ ഫലം ഉണ്ടോന്നും. ദൂരെ നിന്ന് നമുക്ക് ഇല കാണാം. അപ്പൊ കർത്താവ് വലിയ പ്രതീക്ഷയോടെ ഓടി അടുത്ത് വരികയാണ്. അടുത്ത് വന്നപ്പോൾ കർത്താവ് കാണുന്നു അതിൽ ഫലമൊന്നും ഇല്ല. അപ്പൊ കർത്താവ് എന്ത് ചെയ്യുന്നു? പണിഷ് ചെയ്യുന്നു, ശിക്ഷിക്കുന്നു. നമ്മുടെ ലൈഫിലേക്ക് നോക്കി ചിലപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ. ഈ അത്തിമരത്തെ ശപിക്കുന്ന ഭാഗം വെച്ചിരിക്കുന്ന എവിടെന്നറിയാമോ? ഈശോ ദേവാലയത്തിൽ ചെല്ലുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയ. ഈശോ ദേവാലയത്തിൽ ചെല്ലുന്നു, അവിടെ ദേവാലയ ശുദ്ധീകരണം നടത്തുന്നു. കാരണം അവിടെ പ്രാർത്ഥന നടക്കേണ്ടിടത്ത് കച്ചവടം നടക്കുന്നു. അപ്പൊ കർത്താവ് അതിനെ ഇങ്ങനെ തട്ടിമറിച്ചിടുന്നത് നാണയമാറ്റക്കാരുടെ മേശയും കാളയും കുഞ്ഞാടിനെയും ഒക്കെ വിമോചിപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണുന്ന ഭാഗമല്ലേ. ഇതിനോട് കണക്ട് ചെയ്തിട്ടാണ് ഈ അത്തിമരത്തിന്റെ ഭാഗം വെച്ചിരിക്കുന്നത്. അപ്പൊ എന്താണെന്നറിയാം ഇതിന്റെ ടീച്ചിങ് കിടക്കുന്നത്? കർത്താവ് എന്തോരം ഫലം പ്രതീക്ഷിക്കുന്ന ഇടമാണ്